ഹായ് എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കുന്നത്. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് സെൻറ്റൻസ്, നിനക്ക് എന്തുകൊണ്ട് അവനോട് ചോദിച്ചൂടാ, നിനക്ക് എന്തുകൊണ്ട് അവനോട് ചോദിച്ചൂടാ എന്ന് നമ്മൾ പറയാറില്ലേ? ഇതെങ്ങനെ നമ്മൾ പറയാം? നിനക്ക് എന്തുകൊണ്ട് ചോദിച്ചൂടെ? അപ്പൊ എന്തുകൊണ്ട് എന്നുള്ളതിന് വൈ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തൂടെ എന്ന് പറയാനായിട്ട് നമ്മള് വൈ ഡോണ്ട് യു, നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തൂടാ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മള് വൈ ഡോണ്ട് യു വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാട്ട്. അപ്പം വൈ ഡോണ്ട് യു ആസ്ക് അവനോട്, ഹിം, വൈ ഡോണ്ട് യു ആസ്ക് ഹിം, നിനക്ക് എന്തുകൊണ്ട് അവനോട് ചോദിച്ചൂടാ, വൈ ഡോണ്ട് യു ആസ്ക് ഹിം. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് നിന്നെ അലട്ടുന്നത് എന്ന് എനിക്കറിയില്ല, എന്താണ് നിന്നെ അലട്ടുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്കറിയില്ല എന്നുള്ളതിന് ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇനി എന്താ നിന്നെ അലട്ടുന്നത്? വാട്ട് ബോദറിങ് യു. സോ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ഇനി എന്ത്? വാട്ട്സ് എന്നുവെച്ചാൽ വാട്ട് ഈസ്, വാട്ട്സ് ബോദറിങ് യു, എന്താണ് നിന്നെ ബോദർ ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട്സ് ബോദറിങ് യു. അപ്പൊ ഈ രണ്ട് സെന്റൻസുകൾ പഠിച്ചില്ലേ? അപ്പൊ ഒന്ന്, നിനക്ക് എന്തുകൊണ്ട് എന്നോട് ചോദിച്ചൂടാ, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞൂടാ എന്നൊക്കെ പറയാനായിട്ട് നമ്മള് വൈ ഡോണ്ട് യു, എന്നിട്ട് എന്താണോ വേർബ് ആ വേർബിനെ എടുത്തിട്ട് അതേപോലെ പറയാം കേട്ടോ. വൈ ഡോണ്ട് യു ആസ്ക് ഹിം, നിനക്ക് എന്തുകൊണ്ട് അവനോട് ചോദിച്ചൂടാ. ഉണ്ട്, എന്താണ് നിന്നെ അലട്ടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട്സ് ബോദറിങ് യു, ഐ ഡോണ്ട് നോ വാട്ട്സ് ബോദറിങ് യു. ഓക്കെ, നെക്സ്റ്റ്, അവൾ നിന്നോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, അവൾ എന്നോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഇവിടെ തന്നെ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ. ഇനി അവൾ അങ്ങനെ ചെയ്തോ എന്നാണ് നമ്മളെ കാര്യല്ലേ. അപ്പൊ എന്താണ്, അതിന് നമ്മൾ ഇഫ് എന്ന് യൂസ് ചെയ്യട്ടോ. അവൾ എന്താണ് നിന്നോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഇഫ് ഷീ ടോൾഡ് യു, ഇഫ് ഷീ ടോൾഡ് യു, അവൾ നിന്നോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഇഫ് ഷീ ടോൾഡ് യു. അപ്പൊ ഇവിടെ നമ്മൾ ഇഫ് എന്നാണ് യൂസ് ചെയ്തത് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. അവൾ അങ്ങനെ ചെയ്തോ എന്ന് എനിക്കറിയില്ല, അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, അവൾ അത് വാങ്ങിയോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇഫ് വെച്ചിട്ട് പറയാം കേട്ടോ. നീ എന്നോട് വേറെന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നീ എന്നോട് വേറെന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? അപ്പം വുഡ് യു ലൈക്ക് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ടില്ലേ. നിനക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. അതായത് നിനക്ക് എന്നോട് വേറെ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടോ, ചോദിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടോ, എങ്ങനെ പറയാം? വുഡ് യു ലൈക്ക് ടു ആസ്ക് മീ, നിനക്ക് എന്നോട് ചോദിക്കണം എന്നുണ്ടോ, ചോദിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. അപ്പം വുഡ് യു ലൈക്ക് ടു ആസ്ക് മീ സംതിങ് എൽസ്. ഓക്കെ, വേറെ എന്തെങ്കിലും എന്നുള്ളത് കൊണ്ട് നമ്മൾ സംതിങ് എൽസ് എന്ന് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ വുഡ് യു ലൈക്ക് ടു ആസ്ക് മീ സംതിങ് എൽസ്, എനിക്ക് എന്നോട് വേറെ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടോ. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് കുറച്ചുകൂടി ഉറങ്ങണം, എനിക്ക് കുറച്ചുകൂടി ഉറങ്ങണം, എങ്ങനെ നമുക്ക് പറയാം? ഐ വോണ്ട് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങണം, ഐ വോണ്ട് ടു സ്ലീപ്പ് a little more, I want to sleep a little more. Okay, I want to sleep a little more, എനിക്ക് കുറച്ചും കൂടെ ഉറങ്ങണം. നീ അവസാനം അവളെ എപ്പോഴാ കണ്ടത്, നീ അവസാനം അവളെ എപ്പോഴാ കണ്ടത്, എങ്ങനെ പറയാം നമുക്ക്? when did you see her last, when did you see her ലാസ്റ്റ്, നീ അവസാനമായിട്ട് അവളെ എപ്പോഴാ കണ്ടത്? when did you see her last. നീ എങ്ങനെ പരീക്ഷയിൽ പരാജയപ്പെട്ടത്, എങ്ങനെ പറയാം? എങ്ങനെയാണ് പരീക്ഷയിൽ നീ പരാജയപ്പെട്ടത്? how did you fail the exam, എങ്ങനെയെന്നുള്ളതിന് how. അപ്പം how did you fail the exam, നീ എങ്ങനെ എക്സാമിന് പരാജയപ്പെട്ടത്? നീ ഇന്നലെ ഓഫീസിൽ നിന്നും എപ്പോഴാ പോയത്, നീ ഇന്നലെ ഓഫീസിൽ നിന്നും എപ്പോഴാ പോയത്. അപ്പൊ എപ്പോൾ, when, എപ്പോഴാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനായിട്ട് did വെക്കണം അല്ലെ. അപ്പൊ when did you leave the office yesterday, when did you leave the office yesterday. ഓക്കെ, ക്ലിയർ ആയല്ലോ? when did you, നീ എപ്പോഴാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ when did വെച്ചിട്ട് വേണം നമ്മൾ ചോദിക്കാനായിട്ട്. അതായത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. when did you leave the office yesterday, വെർബ് നമ്മൾ എന്താണ് പ്രസന്റ് ഫോമിലാണ് കൊണ്ടുവരാം കേട്ടോ. കാര്യം നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണ് ചോദിക്കുന്നത് എങ്കിലും നമ്മൾ
വെർബ് ഫസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരാൻ. കാരണം ഡിഡ് ഇവിടെ പാസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെൻ ഡിഡ് യു, നീ എപ്പോഴാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ വെർബിനെ ഫസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരാ കേട്ടോ. അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അവനെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ പറയാം നമുക്ക്. ഹി ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി എന്ന് പറയാം കേട്ടോ. ഹി ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി, അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഹി ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി. സമയം പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാം? സമയമാണ് ഈ പോകുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ? സമയമാണ് ഈ പോകുന്നത് എങ്ങനെ പറയാം? ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. അവൻ വളരെ അച്ചടക്കമുള്ളവനാണ് എങ്ങനെ പറയാം? അവൻ വളരെ അച്ചടക്കമുള്ളവനാണ്. ഹി ഈസ് വെരി ഡിസിപ്ലിൻഡ്. ഓക്കെ, അവൻ വളരെ അച്ചടക്കമുള്ളവനാണ്. ഹി ഈസ് വെരി ഡിസിപ്ലിൻഡ്. എനിക്ക് അവനെ നിരാശപ്പെടുത്താനാവില്ല എങ്ങനെ പറയാം? എനിക്കാവില്ല. ഐ കാണ്ട്. എനിക്കാവില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഐ കാണ്ട്. എനിക്ക് അവനെ നിരാശപ്പെടുത്താനാവില്ല. ഐ കാൺ ഡിസപ്പോയിന്റ് ഹിം. ഓക്കെ, നിരാശപ്പെടുത്തുക എന്നുള്ളതിന് ഡിസപ്പോയിന്റ്. അപ്പൊ ഐ കാൺ ഡിസപ്പോയിന്റ് ഹിം. എനിക്ക് അവനെ നിരാശപ്പെടുത്താനാവില്ല. എന്നെ പഠിപ്പിക്കാൻ നീ ആരാ? ഇതെങ്ങനെ പറയാം? എന്നെ പഠിപ്പിക്കാൻ നീ ആരാ? ഹൂ ആർ യു ടു ടീച്ച് മീ. ഹൂ ആർ യു, നീ ആരാ? ഹൂ ആർ യു ടു ടീച്ച് മീ, എന്നെ പഠിപ്പിക്കാൻ. ഓക്കെ, ഹൂ ആർ യു ടു ടീച്ച് മീ. നെക്സ്റ്റ്, നിനക്ക് വട്ടാണോ? നിനക്ക് ഭ്രാന്താണോ? എങ്ങനെ പറയാം? ആർ യു മാഡ്? ആർ യു മാഡ്? എനിക്ക് എന്താണ് വട്ടാണോ അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താണോ? ആർ യു മാഡ്? നീ എത്ര രൂപ ചെലവഴിച്ചു? അവ എത്ര രൂപ ചെലവഴിച്ചു? പാസ്റ്റ് ആണ്. സോ ഹൗ മച്ച് ഡിഡ് യു സ്പെൻഡ്? ഹൗ മച്ച് ഡിഡ് യു സ്പെൻഡ്? ഓക്കെ, ഹൗ മച്ച് ഡിഡ് യു സ്പെൻഡ്? നീ എത്ര രൂപ ചെലവഴിച്ചു? എല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം എങ്ങനെ പറയാം? എല്ലാ വാതിലുകളും അല്ലെങ്കിൽ എല്ലാ ജനലുകളും എന്താണ് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മേക്ക് ഷുവർ എന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. മേക്ക് ഷുവർ all doors are closed. Okay, make sure all the doors are closed. Okay, so next, നിന്റെ തെറ്റ് നീ ന്യായീകരിക്കണ്ട. നിന്റെ തെറ്റ്, നീ ചെയ്തു വെച്ച തെറ്റിനെ നീ ന്യായീകരിക്കണ്ട എങ്ങനെ പറയാ? ഡോണ്ട് ജസ്റ്റിഫൈ യുവർ മിസ്റ്റേക്ക്. ഡോണ്ട് ജസ്റ്റിഫൈ യുവർ മിസ്റ്റേക്ക്. അങ്ങനെ ചെയ്യേണ്ട, അരുത് എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഡോണ്ട് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഡോണ്ട് ജസ്റ്റിഫൈ, നീ അങ്ങനെ ന്യായീകരിക്കേണ്ട എന്ത്? യുവർ മിസ്റ്റേക്ക്, നിന്റെ തെറ്റിനെ നീ ന്യായീകരിക്കേണ്ട. ഡോണ്ട് ജസ്റ്റിഫൈ യുവർ മിസ്റ്റേക്ക്. പ്രതീക്ഷ കൈവിടരുത് എങ്ങനെ പറയാം? ഡോണ്ട് ലോസ് ഹോപ്പ്. ഡോണ്ട് ലോസ് ഹോപ്പ്, പ്രതീക്ഷ കൈവിടരുത്. നിനക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങ് എങ്ങനെ പറയാം? നിനക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങ്. നിനക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങ്. ഇഫ് യു വാണ്ട് ടു സ്ലീപ് ദെൻ സ്ലീപ്. ഇഫ് യു വാണ്ട് ടു സ്ലീപ്, നിനക്ക് ഉറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോ. ദെൻ സ്ലീപ്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു സ്ലീപ് ദെൻ സ്ലീപ്. ഭക്ഷണം തണുക്കുന്നുണ്ട് എങ്ങനെ പറയാം? ഭക്ഷണം തണുക്കുന്നത് എങ്ങനെ പറയാം? ഫുഡ് ഈസ് ഗെറ്റിംഗ് കോൾഡ്. ദ ഫുഡ് ഈസ് ഗെറ്റിംഗ് കോൾഡ്. ഫുഡ് ഈസ് ഗെറ്റിംഗ് കോൾഡ്, ഭക്ഷണം തണുക്കുന്നുണ്ട്. എനിക്ക് അവനെ അറിയേയില്ല എങ്ങനെ പറയാം? എനിക്ക് അവനെ അറിയേയില്ല. ഓക്കെ, എനിക്ക് അറിയേയില്ല. ഐ ഡോണ്ട് ഈവൻ നോ ഹിം. ഐ ഡോണ്ട് ഈവൻ നോ ഹിം. ഐ ഡോണ്ട് നോ ഹിം, എനിക്ക് അവനെ അറിയില്ല എന്നാണ്. പക്ഷെ നമ്മളൊരു ഇവൻ എന്നും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് അവന് അറിയേയില്ല എന്ന് വെച്ചാൽ എനിക്ക് അവനെ അറിയ പോലും ഇല്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പം ഐ ഡോണ്ട് ഈവൻ നോ ഹിം. നെക്സ്റ്റ്, നിന്നെ വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. അല്ലേ, നിന്നെ വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? I didn't mean to hurt you. I didn't mean to hurt you. എനിക്ക് എന്താണ്, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ എന്ന് കരുതിയതല്ല. ലാസ്റ്റ് രണ്ട് സെന്റൻസ്, അവന്റെ വലയിൽ വീയരുത്. അവന്റെ വലയിൽ വീയരുത്. അപ്പൊ അരുത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഡോണ്ട് എന്നാണ് പഠിച്ചു അല്ലേ? അപ്പൊ ഡോണ്ട് fall, വീഴരുത്. ഡോണ്ട് fall. So don't fall into his trap. Don't fall into his trap. അവന്റെ വലയിൽ വീഴരുത്, അവന്റെ കെണിയിൽ വീഴരുത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം
നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നത്തിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പൊ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, അപ്പൊ എത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു 10-30ഓളം സെന്റൻസുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. എല്ലാ സെന്റൻസുകളും നമ്മൾ നമ്മുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നല്ലേ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതായിട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.